ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നാട്ടിൽ പോവാണ് ഗായ്സ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മാർച്ച് 20 പോകുന്നു. അത് 20 മാറ്റി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ 20 മാറ്റി 8 ആക്കി. അപ്പം രാവിലെ 10:30-ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ എന്താ സംതിങ് 9 മണി ആവാറായി. എന്നിട്ടും ഞങ്ങൾ സ്റ്റിൽ ഇവിടെ നിൽക്കണം. അല്ല 8:30 അത്രേ ആയിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അല്ല 9 മണി ആവാറായി കാണും. അപ്പം ഇന്ന് അതിൻ്റെ ഒരു വ്ളോഗായിരിക്കും. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പം ഇപ്പം എല്ലാവരും ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് എന്താണ് പിന്നെ നമുക്കിനി കുറച്ചങ്ങോട്ട് വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് കാണാം. കുറച്ച് മുമ്പേ സെക്കൻഡുകൾ മുമ്പേ മഴ പെയ്തിരുന്നു ഗായ്സ്. നല്ല മഴ പെയ്തിരുന്നത് ഇപ്പോൾ പോയി. കാണിച്ചു തരാം ഞാൻ. നല്ല മഴ അല്ല ഇപ്പം ഇല്ല, കുഴപ്പമില്ല. വെള്ളമൊക്കെ ഉണ്ടാവും, കുറച്ച് വെള്ളം കാണാൻ പറ്റുന്നുണ്ടാവും. യാ ഗായ്സ്, നമ്മൾ ഓൺ ദ വേ ആണ്. ഇപ്പോൾ തന്നെ എത്തും ഗായ്സ്. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. ഇതിപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉറക്കത്തിലായിരുന്നു. ഒരു ഹായ് പറയേ. എക്സൈറ്റ്മെന്റ് അല്ല എന്നാലും നമ്മൾ ഒരു കീറ്റം കൂടെ കയറി കഴിഞ്ഞാൽ നമ്മളുടെ എയർപോർട്ടിൽ എത്തി. നല്ല ഉറക്കായിരുന്നു. ഞാൻ നല്ല ഉറക്കായിരുന്നു. ഞാൻ ഉറങ്ങി. കണ്ണനെ വിളിക്കണം. അപ്പോൾ ഇനി നമ്മൾ എയർപോർട്ടിലോട്ട് പോകാൻ പോവാണ്. യെസ്, അപ്പം നമുക്ക് അവിടെ ചെന്നിട്ടാണ് എയർപോർട്ടിൻ്റെ അകത്ത് കയറട്ടെ ഗൈസ്. എയർപോർട്ടിൽ കയറുകയാണ്. ഈദ്വാൻ്റെയെ കൊണ്ടുവിടാൻ നേരത്ത് എയർപോർട്ട് കണ്ടിരുന്നു. അപ്പം വലിയ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്താണ് അച്ഛനും അമ്മയും ഡിങ്കും കണ്ണനും വരുന്നുണ്ട്. റാപ്പ് ചെയ്തിരുന്നു നമ്മളുടെ ലഗേജിൽ കാർഡ്ബോർഡൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുകയാണ് ഗൈസ്. അച്ഛൻ വരുന്നില്ല. അച്ഛൻ മാർച്ച് 20 ആണ് വരുന്നത്. കണ്ണൻ ഫുള്ള് ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഒരു ബോട്ടൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ടോബ്ലറോൺ ചോക്ലേറ്റ് നല്ല രസമുണ്ട്. ഇതൊരു കടയാണ്, പക്ഷേ അത് ഓർക്കണം. അടിപൊളിയാണ്. ഡിങ്കുവിന് എന്താ പറയാനുള്ളത്? ഞാൻ ഡിങ്കുവിന് എന്താ ഡിങ്കു എക്സൈറ്റിംഗ് ആണോ? എന്താണ്? എനിക്ക് എക്സൈറ്റിംഗ് ഒന്നുമില്ല, പക്ഷേ ചെറുതായിട്ടൊരു വിഷമം അച്ഛനില്ലാത്തതുകൊണ്ട്. അത് ശരിയാണ്. എന്നാലും അച്ഛൻ മാർച്ച് 20 വരും. അതൊരു സമാധാനമാണ്. അച്ഛൻ മാർച്ച് 20 വരും. മാർച്ച് 20 ഇതാ ഷൂ എന്ന് പറഞ്ഞിപ്പോൾ വരുമല്ലോ, കുഴപ്പമില്ല. ഞാനും കണ്ണുമോനും ഇതാ മറ്റേ ഇതിൽ കയറിയിട്ടുണ്ട്. ഇങ്ങനെ നടന്നു വരുന്ന സംഭവം. അപ്പം ഇവിടെ കൂടുതലുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷോപ്പിംഗ് പോയപ്പോൾ വാങ്ങിച്ച് കണ്ണാടിയാണ്. മാച്ച് ആവുന്നുണ്ട്. ഇതിടണോ? എൻ്റെ കയ്യിൽ തന്നിരിക്കുക പിടിക്കാൻ പോകുന്നു. കണ്ട ഗൈസ്, നീ പിന്നെ എന്തിനാ വാങ്ങിച്ചേ? നീ പിന്നെ എന്തിനാ വാങ്ങിച്ചേ? ഇത് നാട്ടിൽ പോകുമ്പോ കൊള്ളാം. You're the fear, I don't care, 'cause I've never been so high. Follow me. ഗൈസ്, അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുകയാണ്. ഞാനൊരു നരൻ. Guys, we are going to fly guys. Sunny.
സോ നൈസ്. ഇവിടെ ഒരു ഫോട്ടോ എടുക്കായിരുന്നു, ബട്ട് പറ്റത്തില്ല. വാവ് ഗൈസ്, അടിപൊളിയാണ്. ഫ്ലൈറ്റിൽ കയറട്ടെ. പ്ലെയിൻ പറക്കാൻ പോവാണ്. വി ആർ ഗോയിങ് ടു ഫ്ലൈ. നമ്മളപ്പം അബുദാബി എയർപോർട്ടിലെത്തി. ഞാൻ മുടി കെട്ടി വെച്ചു. ഇപ്പം കെട്ടി വെച്ചതല്ലോ. അപ്പം നമ്മളൊരു ഷോപ്പിൽ നിന്ന് ഒരു സംഭവം വാങ്ങാനായിട്ട് അമ്മ കയറി. അമ്മയെ വെച്ചു എവിടെ നിന്ന് മുടിയൊക്കെ കെട്ടാമെന്ന്. അപ്പോഴാണ് ഓർത്തത് ലിപ്സ്റ്റിക്ക് ഇട്ടില്ല. ലിപ്സ്റ്റിക്കൊക്കെ പോയി ഗൈസ്. എന്തില്ലെങ്കിലും നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടണം. ഓക്കെ, ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാം. ഈ സപ്പതി നമ്മളിവിടെ അമ്മയും കണ്ണനും ഡിങ്കുവിനും വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് വാഷ്റൂം പോയി അവർ. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സ്പെഷ്യൽ കാര്യം കാണിച്ചു തരാം ഗൈസ്. കുനാഫ ചോക്ലേറ്റ്, പിസ്താഷ്യൂ കുനാഫ ചോക്ലേറ്റ് ആണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടോ ഇത് കഴിക്കാൻ പോകുന്നത്. എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ വെയിറ്റ് ഫ്ലൈറ്റിൽ കയറിയിട്ട് കഴിക്കാം എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ലൈഫിലായാലും ഇത് ആദ്യമായിട്ടൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അടിപൊളിയാണെന്നാണ് എല്ലാവരും കേൾക്കുന്നത്. അപ്പം ഇത് ദുബായിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ഇവിടെ ഞാനിപ്പോൾ അബുദാബിയിൽ ഇറങ്ങി, കണക്റ്റഡ് ആണ്. അപ്പം അബുദാബിയിൽ ഇറങ്ങി, അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഇവിടെ അബുദാബി അല്ലേ, അപ്പം അവിടെ കിട്ടിയിരുന്നു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ കുനാഫ ചോക്ലേറ്റ് ഇല്ലേ വാങ്ങാന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. യാ ഗൈസ്, എത്തിയോ പാസ്പോർട്ടൊക്കെ ഉണ്ട് വെച്ചിട്ട്. പക്ഷെ അത് അബുദാബി എയർപോർട്ട് എന്താണെന്നറിയില്ല ഗൈസ്. അടിപൊളി എയർപോർട്ടാണ്, നല്ല രസമുണ്ട് ഇവിടെ കേട്ടോ. ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് പിസ്താഷ്യൂ കുനാഫ ചോക്ലേറ്റ് എനിക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതാണ് ഞാൻ വെച്ച ഫ്ലൈറ്റ് കയറിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിങ്കു ബാക്കിൽ വരുന്നത്. യെസ്, പ്ലെയിനിൽ കയറാൻ പോകുവാണ്. ഞങ്ങൾ പോകട്ടെ, ഫ്ലൈറ്റിനകത്തോട്ട് കയറുക. ഫ്ലൈറ്റ് ഡിങ്കു അവിടെ ഗൈസ്, ഡിങ്കു നടന്നു പോവാ കേട്ടോ. അമ്മ അമ്മ ബാക്കിൽ വരുന്നത്. എനിക്ക് ഈ കുനാഫ കഴിക്കാനാണ് എക്സൈറ്റ്മെൻറ്റ്. ാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ദമാമും അബുദാബി എയർപോർട്ട് എനിക്കൊന്നു കാണണം എന്ന് ഉണ്ടായിരുന്നു. യാ, അബുദാബി എയർപോർട്ട് സൂപ്പറാണ്. അബുദാബി എയർപോർട്ട്. ഓക്കെ ഗൈസ്, യാ എനിക്ക് വയ്യ ഗൈസ്. സൂപ്പർ. ചില സമയത്ത് കണക്റ്റഡ് ആകുമ്പോൾ അത്ര നല്ല അടിപൊളി രാജ്യം കിട്ടത്തില്ല. ചിലപ്പം ബഹ്റിൻ ആവാനാണ് ചാൻസ്. എനിക്ക് ബഹ്റിൻ ആകും. പക്ഷേ എനിക്ക് അബുദാബി, ഐ ലവ് അബുദാബി. നിങ്ങൾക്ക് അബുദാബി ആണോ അതോ ദുബായ് ആണോ ഇഷ്ടം എന്ന് പറയൂ. ഇവിടെ എന്തൊരു ചൂടാണ് ഗൈസ്, നല്ല ചൂടുണ്ട്. ഒരിഞ്ഞ വെയിലാട്ടോ ഇവിടെ. ഇവിടെ തണുപ്പല്ലാന്ന് തോന്നുന്നു. അബുദാബിയിൽ ചൂടാണ് കേട്ടോ. അല്ല, രാവിലെ ആയതുകൊണ്ട് അറിയില്ല, ചിലപ്പോൾ രാത്രി നല്ല തണുപ്പായിരിക്കും. പ്ലെയിനിൽ കയറാൻ പോവാണ്. പ്ലെയിനിൽ ഇനി ഞാൻ പ്ലെയിനിൽ ഇരുന്നിട്ട് കാണാം ഗൈസ്. സൗണ്ട് ആയിരിക്കും, നല്ല സൗണ്ട് ആയിരിക്കും ചിലപ്പോൾ. ഡിങ്കു അങ്ങ് കുരുത്തക്കേടാ ഗൈസ്. അവിടെ പോയാൽ ാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ദമാമും അബുദാബി എയർപോർട്ട് എനിക്കൊന്നു കാണണം എന്ന് ഉണ്ടായിരുന്നു. യാ,
അബുദാബി എയർപോർട്ട് സൂപ്പർ. അബുദാബി എയർപോർട്ട്. ഓക്കെ ഗൈസ്, യാ എനിക്ക് വയ്യ ഗൈസ്. സൂപ്പർ. ചില സമയത്ത് കണക്റ്റഡ് ആകുമ്പോൾ അത്ര നല്ല അടിപൊളി രാജ്യം കിട്ടില്ല. ചിലപ്പം ബഹ്റിൻ ആവാനാണ് ചാൻസ്. എനിക്ക് ബഹ്റിൻ ആകും. പക്ഷേ എനിക്ക് അബുദാബി, ഹലോ അബുദാബി. നിങ്ങൾക്ക് അബുദാബി ആണോ അതോ ദുബായ് ആണോ ഇഷ്ടം എന്ന് പറയൂ. ഇവിടെ എന്തൊരു ചൂടാണ് ഗൈസ്, നല്ല ചൂടുണ്ട്. ഒരിഞ്ഞ വെയിലാട്ടോ ഇവിടെ. ഇവിടെ തണുപ്പല്ലാന്ന് തോന്നുന്നു. അബുദാബിയിൽ ചൂടാണ് കേട്ടോ. അല്ല, രാവിലെ ആയതുകൊണ്ട് അറിയില്ല, ചിലപ്പോൾ രാത്രി നല്ല തണുപ്പായിരിക്കും. പ്ലെയിനിൽ കയറാൻ പോവാണ്. പ്ലെയിനിൽ ഇനി ഞാൻ പ്ലെയിനിൽ ഇരുന്നിട്ട് കാണാം. സൗണ്ട് ആയിരിക്കും, നല്ല സൗണ്ട് ആയിരിക്കും ചിലപ്പോൾ. ഡിങ്കു ആണെങ്കിൽ ഡിങ്കു അങ്ങ് ഗുരുത്തക്കേടാ ഗൈസ്. അവിടെ പോയാൽ അപ്പം അബുദാബിയിൽ നമ്മളുടെ ഫ്ലൈറ്റിൽ കയറി. എനിക്ക് ഫ്ലൈറ്റ് നല്ല ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഫ്ലൈറ്റ് കുഴപ്പമില്ലായിരുന്നു, എന്തായാലും എനിക്ക് അത്ര ഇതായില്ല. പക്ഷേ ഈ ഫ്ലൈറ്റ് സൂപ്പറാണ് ഗൈസ്. ഇവിടെ ഒരു പില്ലോ ഒക്കെ ഉണ്ട്. ഞാൻ പില്ലോ വെച്ചിട്ടുണ്ട് ഇവിടെ. പില്ലോ അവർ തന്നെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നതാണ്. എല്ലാ സീറ്റിലും ഉണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ? പുതപ്പാണ് ഗൈസ്. കാരണം അബുദാബി ടു കൊച്ചി നല്ല ദൂരമുണ്ട്. അപ്പം തണുക്കും. അപ്പം അതിനുള്ള പുതപ്പ കിടന്നുറങ്ങാൻ. ഞാൻ രണ്ട് കുനാഫ ചോക്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, തിന്നണം. ഇവിടെ ഫോണ് ചാരി വെക്കാൻ സ്പേസ് ഒന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ വെക്കാം. ഇവിടുത്തത് നല്ല വെയിലാട്ടോ. കാണിച്ചു തരാമേ. കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. ഞാൻ ടേക്ക് ഓഫ് ചെയ്യുമ്പം ഫ്ലൈറ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം ഉറപ്പായിട്ടും. പിന്നെന്താണ്, നല്ല ഫ്ലൈറ്റാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ലോണം ഇഷ്ടമായി. അടിപൊളി ഫ്ലൈറ്റ്, സൂപ്പർ. അങ്ങനെ ഇതാ ഡിങ്കു കണ്ണൻ. അമ്മ ഒരു ഹായ് കാണിക്കുമ്പോ അമ്മ ഇതാ കണ്ണൻ. ഞാൻ കണ്ടു. ചെരുപ്പൂരി വെക്കും ഞാൻ. എന്നിട്ടിങ്ങനെ കാല് കയറ്റി വെച്ച് ഇരിക്കും. പക്ഷെ എനിക്ക് ഇവിടെ 2 വിൻഡോ കൂടെയും കാണാം. അപ്പുറത്തെ സീറ്റിൽ വിൻഡോ ആണ്, ബട്ട് സ്റ്റിൽ എനിക്ക് ഇവിടെ കൂടെ നല്ല രീതിയിൽ കാണാം. ഇവിടെ ഇതാണ് എൻ്റെ വിൻഡോ. എനിക്ക് പക്ഷേ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന നമ്മുടെ കാണാം. ചേച്ചി കുനാഫ ചോക്ലേറ്റ് കാണിച്ചു. ഓക്കെ ഗായ്സ്, നിങ്ങൾ കുനാഫ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പിസ്താഷ്യോ അവള് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ഒന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് കഴിക്കാൻ വിചാരിച്ചു. കഴിഞ്ഞ എയർപോർട്ടിൽ അല്ല, നേരത്തെ നമ്മളുടെ ദമാമിന്നുണ്ടായിരുന്ന എന്താ എയർപോർട്ടിൽ നിന്ന് വന്ന് ആ ഫ്ലൈറ്റിൽ ഞാൻ ഒരു ന്യൂട്ടെല്ലയുടെ ചെറുത് മിനീസോ കൊണ്ടുവന്നായിരുന്നു. അത് കഴിച്ചു സ്പൂൺ വെച്ചിട്ട്. വേറെ ഒന്നും അങ്ങനെ. പിന്നെ അവര് എനിക്കൊന്ന് തന്നിരുന്നു അല്ലേ, കിറ്റ്കാറ്റ് അങ്ങനെ തന്നിരുന്നു. അപ്പം അതും വേറൊന്നും വെച്ചിട്ടില്ല. ഞങ്ങൾ കപ്പ് നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പം ആ ഫ്ലൈറ്റ് കുറച്ച് നേരെ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി ഫോണിൽ കുത്തിയിടാണ്ട് അവ പറയാ ഗൈസ, ഇവിടെ ഫോണിൽ കുത്തിയിടാനാ അറിയില്ല. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ച് നല്ല ആശ്വാസത്തോടെ ഇരിക്കാം ഗൈസ്.
ഫ്ലൈ ചെയ്യുമ്പോൾ കാണാം. ഫ്ലൈ ചെയ്തിട്ട് നമുക്ക് കണമനെ ഒരു ബായ് കാണിക്കാമോ? അമ്മ അമ്മ ഞാൻ ഡിങ്കു കണ്ണൻ. അതിനപ്പുറത്തെ സീറ്റിലാണ് അമ്മ. എനിക്കിത് ശരിക്കും ക്യൂട്ടായി തോന്നി, കണ്ടില്ലേ? ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു സീറ്റ് കാണാനായിട്ട്, നല്ല അടിപൊളിയായിട്ട് എനിക്ക് നല്ല രീതിയിൽ കെട്ടി. വാവ്, ഇറ്റ്സ് റിയലി ഗുഡ്. അതവർ ഇപ്പം ടേക്ക് ഓഫ് ഒക്കെ ചെയ്ത് ഒന്ന് ശാന്തതയായിട്ട് അവർ ലൈറ്റ് ഓഫ് ചെയ്യും. അത് ലൈറ്റ് ഓഫ് ചെയ്യും, ഫുൾ ഓഫ് ചെയ്ത് ഫുള്ള് ഓഫ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഉറങ്ങാനുള്ള സമയം എന്നാണ്. ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നു, ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ടേക്ക് ഓഫ് ചെയ്യാൻ പോവാ കേട്ടോ. എൻ്റെ നാട്ടിൽ പോയി അടിച്ച് പൊളിക്കാൻ ഗോയ്സ്. യോ അച്ഛൻ മറിച്ചിട്ടുണ്ട് അപ്പോഴും അടിച്ച് പൊളിക്കാം. അത് കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുന്ന അതെനിക്ക് ആലോചിക്കാനേ വയ്യ ഗൈസ്. ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് ഗൈസ്. അപ്പോൾ നമുക്ക് കുനാഫ തിന്നാം. കുനാഫ ഇവിടെ കുറച്ച് സൂപ്പർ. ഗൈസ്, ലൈഫിൽ എന്തായാലും ഒരു തവണയെങ്കിലും കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കണം. അത്ര അടിപൊളിയാണ്. അടിപൊളിയായിട്ട് തിന്നോണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളി സൂപ്പറാണ്. ഒന്നും പറയാല്ല, അടിപൊളിയാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചേക്കാട്ടി ടേസ്റ്റ് കൂടുതലാണ്. അത്ര എന്താ പറയാ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. കുനാഫ ചോക്ലേറ്റ് തിന്ന് കഴിഞ്ഞു. ഇത് ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. റിയലി സോ ഗുഡ് ഗൈസ്, സോ ഗുഡ്. ലൈഫിൽ എന്തായാലും ഒറ്റ തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവമാണ്. അപ്പം ഞാൻ ട്രൈ ചെയ്തല്ലോ, അതിൻ്റെ സന്തോഷമായി ഗൈസ്. അടിപൊളിയാണ്. സ്റ്റിൽ നമ്മളിപ്പോൾ പ്ലെയിനിൽ തന്നെ കുറേ നേരം ചിലവഴിക്കും. ഞാൻ വിചാരിച്ചു വട്ടയിട്ടിനെ ഒരു അബുദാബി വ്ലോഗ് എന്തെങ്കിലും എടുക്കാം വിചാരിച്ചു. Ladies and gentlemen, please remember to keep your seatbelt fastened and visible over your blanket whenever you're seated and when the seatbelt. What I eat in the flight, അതെടുക്കാം വിചാരിച്ചു. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, കാണിച്ചു തരാം. ഇത്രയാണ്. ഓക്കെ ഗൈസ്, എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പുഡിംഗ് ടൈപ്പ്, ഇതും അങ്ങനെ എന്തോ ബീട്രൂട്ട് സംതിങ് ഉള്ള ഒരു സംഭവം. പിന്നെ ഇതെന്താണെന്നറിയില്ല, പൊട്ടിച്ച് നോക്കണം. പിന്നെ ഒരു കേക്ക് പോലത്തെ, പിന്നെ ഇത് ഐ വിൽ ചെക്ക്.
ജസ്റ്റ് ഓപ്പൺ നല്ല അടിപൊളി ദാലും ബീഫാണ് തോന്നുന്നു, ബീഫ് ചോറും അടിപൊളി ഗൈസ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ. അപ്പം ഞാൻ ഇതൊന്ന് തിന്നട്ടെ, ഓക്കെ, എന്നിട്ട് ടേസ്റ്റ് പറയാം. ഗൈസ് അടുത്തതായിട്ട് സ്പ്രൈറ്റ് വന്നിട്ടുണ്ട്. അയ്യോ സോറി, ഐസ്ക്രീമാണ്. ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് കേട്ടോ എന്ന് എനിക്കറിയില്ല. ഇത് സ്പ്രൈറ്റ് ഐസ്ക്രീം ആട്ടോ. ഇത് മാംഗോ ടിങ്കുൻ്റെയാണ് അത് ഇടയ്ക്ക് വന്നത്. അളിഞ്ഞു പോയി മാംഗോയിൻ്റെ. ഇതേതാ ഫ്ലേവർ എന്ന് പറഞ്ഞു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു മാംഗോ ഉണ്ട്. മാംഗോ നല്ല ടേസ്റ്റ്. മാംഗോ ഉണ്ട്. അടിപൊളി. മാംഗോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മാംഗോ കേട്ടോ. അടിപൊളി. ഇത് കുറച്ച് എൻ്റെ മേത്തേക്ക് വീഴും ഗൈസ്. അപ്പം എൻ്റെ മേത്ത് കുറച്ച് വീട്ടിലുണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ അമ്മയടുത്ത് കരഞ്ഞോണ്ട് വേണം ഐസ്ക്രീം. ഇവിടെ നമുക്ക് അടിപൊളി ഗൈസ്. മാംഗോ ഉണ്ട്. ഇത്ര ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് പുഡിംഗ് ആണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ കഴിച്ചപ്പോൾ ഞാൻ മനസ്സിലായത് ഐസ്ക്രീമാണ്. ഞാൻ ഓൾറെഡി ഫ്ലോക്ക് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വേണ്ട ഗൈസ്. എനിക്ക് ടിക്കൂന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഗൈസ് ടിക്കൂന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പകുതി ടിക്കൂന് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ എടുക്കുന്നുണ്ട് ഗൈസ്. ശ്രദ്ധിച്ചോ? ലാൻഡ് ചെയ്യാൻ കുറച്ച് നേരം കൂടെ ഉണ്ട് തോന്നുന്നു. നേരെ കൊച്ചിയിലേക്ക്. അപ്പം കൊച്ചിയിൽ നമ്മൾ നിൽക്കുന്നില്ല. അവിടുന്ന് വണ്ടി വന്നിട്ട് ഒരു വണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നേരെ പത്തനംതിട്ടയിൽ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള വ്ളോഗ്സ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിലും എല്ലാവരും ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഗൈസ്. കൂട്ടത്തി എന്നെ കാണിക്കും ഗൈസ്. ഗൈസ് അടുത്തതായിട്ട് നമുക്ക് സ്പ്രൈറ്റ് കുടിക്കാം. നല്ല അടിപൊളി സ്പ്രൈറ്റ്. എല്ലായിടത്തും സെയിമാണ്. ഞാൻ ആദ്യം വിചാരിച്ചു കൊക്കക്കോള എടുക്കാൻ വേണ്ടി വെച്ചു. വേണ്ടോ
ഗൈസ്. അപ്പം ഞാൻ ഒരു ബാഗ് പിടിച്ചുകൊണ്ട് വരികയാണ്. ഡിങ്കുവും അമ്മയും കണ്ണനും കൂടെ വേറൊരു ബാഗ് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം കൊച്ചി എത്തി ഗൈസ്. അപ്പം എന്താണ് ഇനി ആരമ്മ വരുന്നത്, ആരോ വരും നമ്മളെ വിളിക്കാനായിട്ട്. അപ്പം ഇവിടുന്ന് നേരെ നമ്മൾ പത്തനംതിട്ടയിലേക്ക് വീണ്ടും ട്രാവൽ ചെയ്തു പോവാണ്. അപ്പം നല്ല ടയേർഡാണ് ഗൈസ്, സത്യം പറഞ്ഞാൽ നല്ല ടയേർഡാണ്. കുറേ ട്രാവൽ ചെയ്തു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു കുട്ടി വ്ളോഗല്ല, കുറച്ചുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ നാട്ടിലേക്ക് വരുന്ന ആ ഒരു വ്ളോഗ്. അപ്പം ഇനി നാട്ടിലെ വിശേഷങ്ങളായിരിക്കും നിങ്ങൾ കാണാൻ പോകുക. ഇഷ്ടം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.